രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഇന്നും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടരും. റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദമായിരിക്കും നടക്കുക. കഴിഞ്ഞ തവണ റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദം കേൾക്കുന്നതിനിടെ ഗവർണർ ബില്ലുകൾ 6 മാസത്തോളം തടഞ്ഞുവെക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ തന്നെ ഒരു സുപ്രധാനമായ ഒരു കേസാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ട ഹർജികൾ ഈ ഒരു കേസിലാണ് സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കുന്നത്. ഈ റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദമായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിൽ നടക്കുക. കഴിഞ്ഞ തവണ കേരളവും തമിഴ്നാടും അടക്കം ഈ റഫറൻസിനെ എതിർക്കുന്നവർ ഇത്തരത്തിലൊരു റഫറൻസ് അയക്കുന്നതിൻ്റെ സാധ്യതയെ ഉൾപ്പെടെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സുപ്രീം കോടതി അത്തരത്തിൽ ഒരു ഗവർണർമാർക്കോ രാഷ്ട്രപതിക്കോ സമയപരിധി നിശ്ചയിക്കുന്നതിൽ നിലനിൽക്കുമോ എന്ന ഒരു സംശയം, അത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി തന്നെ ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യമാണ് ചോദിച്ചത്. അതേസമയം 6 മാസത്തോളം ഇത്തരത്തിൽ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നത് വലിയ ഭരണപ്രതിസന്ധി ഉണ്ടാക്കും എന്ന കാര്യവും ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിക്കുകയുണ്ടായി. അതേസമയം കേന്ദ്ര സർക്കാർ ആകട്ടെ ഇത്തരത്തിൽ ഒരു അധികാരം സർക്കാരുകൾക്ക് നൽകുന്നതിലൂടെ നിയമവാഴ്ച ഇല്ലാതാകുമെന്നും സർക്കാരുകൾ അവർക്ക് തോന്നുംപടി കാര്യങ്ങൾ ചെയ്യുമെന്നും അത് പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഇന്നും എന്തായാലും എതിർക്കുന്നവരുടെ വാദമായിരിക്കും സുപ്രീം കോടതിയിൽ തുടരുക. എന്ത് നിലപാടിലേക്കായിരിക്കും ഈ വിഷയത്തിൽ സുപ്രീം കോടതി പോകുക എന്നുള്ള കാര്യം ഏറെ നിർണായകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.